ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. കാലം പറഞ്ഞ കഥ എന്നൊരു മൂവിയെ പറ്റി നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ റിലീസ് 2 മാസം മുമ്പേ നടക്കേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണൻകുട്ടി സാറിൻ്റെ വീടും വീടും നാടകശാലയും കൂടിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഈ നാടകശാലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സലും ക്യാമ്പും ഒക്കെ. ഇതിൻ്റെ മുകളിലാണോ വീട്? ഇതിൻ്റെ മുകളിലാണ് സാറും കുടുംബവും താമസിക്കുന്നത്. ഇത് സാറിൻ്റെ വൈഫ്, ഇത് സാറിൻ്റെ മോള്. അതാണ് നമ്മുടെ ഈ പടത്തിൻ്റെ നിർമ്മാതാവ് കൃഷ്ണൻകുട്ടി സാറ്. സുഹൃത്തുക്കളാണ്, അഭിനയിച്ചവരും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പടത്തിൻ്റെ റിലീസിങ് ഡേറ്റ് മാറ്റിവെച്ചത് എന്നൊരു കാര്യം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ലേ? ഇത് ഒരു ബോധവൽക്കരണ സിനിമയാണ്. ഞാനൊരു ഹെഡ് മാസ്റ്ററായിട്ട് കഴിഞ്ഞ ഒരാളാണ്. നാടകമുണ്ട്, 10-60 വർഷം കൊണ്ട് നാടകം, പ്രൊഫഷണൽ നാടകം, തെരുവ് നാടകം, ഒറ്റയാൾ നാടകം ഇങ്ങനെ നടത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ നാടകത്തിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടുവരുന്നൊരവസരം. നാടകമാകുമ്പോൾ, നാടകത്തിലൂടെ കാണുമ്പോൾ കുറച്ച് ജനമല്ലേ ഇത് ശ്രദ്ധിക്കാറുള്ളൂ. എനിക്ക് എന്തുകൊണ്ട് ഒരു വലിയ ക്യാൻവാസിൽ ഇതൊന്ന് എൻ്റെ ആശയം പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ചിന്ത വന്നപ്പോഴേ ഞാൻ ആലോചിച്ച്, നമ്മുടെ സുഹൃത്തുക്കളും, എനിക്ക് നാടകശാല എന്ന് പറയുന്ന ഒരു കാരുണ്യ സംഘടനയുണ്ട്, എൻ്റെ പ്രവർത്തകരുണ്ട്, എൻ്റെ സഹകാരികളുണ്ട്, അവരെയൊക്കെ ആയിട്ട് ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ സമ്പത്ത് ഇപ്പോൾ കുറവാണ്. നമ്മൾ സമ്പത്ത് ഭക്ഷ്യക്കിറ്റായിട്ടൊക്കെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സമ്പത്ത് കുറവാണ്, എൻ്റെ കയ്യിലും കാശ് കുറവാണ്. എല്ലാം നാടകത്തിന് വേണ്ടി 60 വർഷം കൊണ്ട് നാടകത്തിന് ചിലവഴിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലും കാശില്ല. പിന്നെ പെൻഷനാണ്, ഭാര്യയ്ക്കും ഞങ്ങളുടെ പെൻഷനാണ് ആകെയുള്ള വരുമാനം. എന്നിരുന്നാലും നമുക്കത് ചെയ്യാം, ഇതിനു വേണ്ടി നമുക്കൊന്ന് പടപൊരുതണം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഞാൻ. എൻ്റെ കഴിഞ്ഞ ഒരു സിനിമ OTT-യിലായിരുന്നത് റിലീസ് ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു, ഇടത് വലത് തിരിഞ്ഞ്. അത് നല്ല രീതിയിൽ ഇപ്പോഴും ചാനലുകളിൽ എടുത്ത് ആളുകൾ 10,000-കണക്കിന് ആളുകൾ കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു സിനിമ. അത് നമ്മുടെ കൊറോണ കാലത്ത് നാടകക്കാർക്ക് നാടകമില്ല, അവരെ ഒന്ന് ഉണർവിന് വേണ്ടി നാടകക്കാരെയൊക്കെ ചേർത്ത് 100 നാടകക്കാരെയിലൂടെ ചേർത്ത് കുറേ നല്ല ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇടത് വലത് തിരിഞ്ഞ്. അത് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ആ സംവിധാനം ചെയ്ത എൻ്റെ കൂടെ ചോളോട് ചേർന്ന ഒരു സംവിധായകനുണ്ട്, നല്ല സംവിധായകനാണ്, പ്രസാദ് നൂർനാടാണ്. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊരു കാര്യമുണ്ട്, കുറച്ച് പൈസയുള്ളൂ, നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് വെക്കാം, അവൻ ചെയ്യാം. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു പടം ഷൂട്ട് ചെയ്തു. അത്യാവശ്യത്തിന് കുറേ നടന്മാരെയൊക്കെ എനിക്ക് കിട്ടി. നമ്മുടെ ചേർത്തല ജയന, അരിസ്റ്റോ സുരേഷ്, ശിവജി ഗുരുവായൂർ, അങ്ങനെയുള്ള കുറേ നടന്മാരെയൊക്കെ നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ പുലിമുരുകൻ സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ ചെറുപ്പത്തിൽ അഭിനയിച്ച ഒരു അജാസ് എന്ന് പറയുന്ന പയ്യൻ ഇപ്പോൾ ചെറുപ്പക്കാരനായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അജാസിനൂടെ വിളിക്കാം. അജാസ് കൂടെ വന്ന് ഒരു സീരിയൽ നടി, കൊച്ചു ബാലനടിയായിട്ടിരുന്ന ഒരു നടിയുണ്ടായിരുന്നു, സാന്ദ്ര. ഇപ്പോൾ ഡോക്ടറാണ്, ഡോക്ടർക്കും ഇപ്പോൾ പെൺകുട്ടിയായി. അങ്ങനെ അവരെ നായകനും നായികയാക്കി ഒരു സിനിമ എടുക്കാം. ആ സിനിമ ഒരു ബോധവൽക്കരണ സിനിമയായിരിക്കണം, അത് മയക്കുമരുന്നിനെതിരെ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രദേശത്തൊക്കെ കൊലപാതകങ്ങൾ, ഒരു വീട്ടിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ 5 പേരെ കൊന്ന കഥ, 6 പേരെ കൊല്ലാൻ പോയി, ഒരാൾ മരിച്ചില്ല. ആ കഥ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ കൊലപാതകങ്ങളിലേക്ക്, അതുമാത്രമല്ല ഒരുപാട് കൊലപാതകങ്ങളും മർദ്ദനങ്ങളും വീട്ടുവിലക്കും നാട് വിട്ടുപോക്കലും ഒക്കെ കുട്ടികളിലായി. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഞാനും പ്രസാദും സാർ കൂടെ ചർച്ച ചെയ്ത് തയ്യാറാക്കി അത് അഭിനയിപ്പിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് റിലീസ് ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ ഡേറ്റും ഒക്കെ എടുത്ത് സെൻസറിങ്ങൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് അവാൻ്റെ അച്ഛൻ കേസ് കൊടുത്തു, റിട്ട് കൊടുത്തു. എവിടെ? നമ്മുടെ ഹൈക്കോടതിയിൽ സിനിമ തടയണമെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ റിലീസിങ് ഡേറ്റ് തടഞ്ഞു. പിന്നെ വീണ്ടും റീസെൻസറിങ് വെച്ചു. നമ്മുടെ ഗൗതമി എന്ന പഴയ സിനിമ ആർട്ടിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ
സിനിമ കണ്ടു, അഭിപ്രായം കൊടുത്തു, കോടതി കൊടുത്തു. അത് വീണ്ടും ഞങ്ങൾ 24-ാം തീയതി സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു. 17-ാം തീയതിയാണ് റിലീസ് ഞങ്ങൾ വെച്ചത്. അപ്പോഴാണ് കുറേ പടങ്ങൾ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പടങ്ങൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് സിനിമാ കൊട്ട കിട്ടാതെ വന്നു. അപ്പോൾ സിനിമാ കൊട്ടയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ്റെ എല്ലാം തീർന്നില്ലേ. അപ്പോൾ മാത്രമല്ല, അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ ആളുകൾ അഭിനയിച്ച ഒരു നല്ല ചിത്രം, പാട്ടുകൾ വയലാർ രാമവർമ്മയുടെ മകൻ എഴുതിയ പാട്ട് നമ്മുടെ സിത്താര കൃഷ്ണകുമാർ പാടിയിട്ടുണ്ട്. സൂര്യനാരായണൻ, പിന്നെ അതുപോലെ തന്നെ ഈ പാട്ട് എഴുതിയത് തന്നെ മുരുകൻ കാട്ടാക്കട. അങ്ങനെ പല കവികൾ, അതുപോലെ തന്നെ രാജീവ് ആലിങ്കൽ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ട് കവിത എഴുതിച്ച് നല്ല രീതിയിൽ പാട്ട് പാടി നല്ല നൃത്തങ്ങളുള്ള ഒരു നല്ല കൊച്ചു സിനിമയാണ് ഈ നമ്മുടെ കാലം പറഞ്ഞ കഥ. അതിനകത്ത് കുറേ നല്ല സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥയാണ്. അത് ബോധവൽക്കരണമായിട്ടുള്ള ഒരു കഥയാണ്. അങ്ങനെയുള്ള കഥയ്ക്കാണ് നമുക്കിങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെയായിരുന്നു അവർ ഹൈക്കോടതി പോയതും. കാര്യമറിയാതെയാണ്. ഇതിൻ്റെ ആരും പടം ശരിയായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ചില ട്രെയിലറുകളും ബാക്കിയൊക്കെ കണ്ടാണ് അവരിങ്ങനെ ഹൈക്കോടതി പോവുകയും നമ്മളെ ബുദ്ധിമുട്ടുകയും ചെയ്തത്. ഞാനാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെൻഷനില്ലാതെ യാതൊരു വരുമാനവുമില്ലാത്ത ഒരു പാവപ്പെട്ട അധ്യാപകനാണ്. എൻ്റെ ആഗ്രഹമാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ആ ജനങ്ങൾക്ക് ഞാൻ കലയിലൂടെയാണ് 62 വർഷം കൊണ്ട് കലയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ നാടകശാല എന്ന് പറയുന്ന ഈ മിനി ഓഡിറ്റോറിയം, ഇവിടെ പരിപാടി നാടകങ്ങൾ നടത്താറുണ്ട്, കൊച്ചു കൊച്ചു സിനിമകൾ പ്രദർശിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ ആളുകളുടെ കൊച്ചു കല്യാണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ചെറിയ യോഗങ്ങൾ നടത്താറുണ്ട്. ഇതിനൊന്നും ഞാൻ പൈസ ആരിൽ നിന്നും വാങ്ങിക്കത്തില്ല. സൗജന്യമായിട്ടാണ് ഈ ഓഡിറ്റോറിയം ഈ നാടിന് വേണ്ടി, കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരു പ്രസ്ഥാനമാണ് നാടകശാല. ഈ നാടകശാല ഇൻ്റർനാഷണൽ മൂവീസാണ് ഇത് നമ്മുടെ ഈ പടം ഷൂട്ട് ചെയ്തത്. അതിനകത്ത് നമ്മുടെ നാടകശാലയിൽ വരുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മക്കൾ, കൊച്ചുമക്കൾ, ഭാര്യ, ഞങ്ങൾ കലയ്ക്ക് വേണ്ടി എന്നോടൊപ്പം തന്നെ തോളോട് ചേർന്ന്, കലയെന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. പ്രൊഫഷണൽ നാടകം എടുത്ത ഏതാനും സമിതികൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 60 വർഷം കൊണ്ട് നിരന്തരമായി 59 നാടകം കളിച്ചു. 60ാമത്തെ നാടകം ഞാൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മായാവർണ്ണം എന്ന് പറഞ്ഞാൽ അടുത്ത ഷൂട്ട് ജൂൺ മാസം പിന്നെ അത് സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഇതിൽ ഈ സാമ്പത്തികം നോക്കിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് സമ്പാദിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബാങ്ക് നോക്കിപ്പോയാൽ, ATMയിൽ നോക്കിപ്പോയാൽ ഒരു 500 രൂപ പോലും തികച്ചെടുക്കാൻ എൻ്റെ ATMയിൽ കാണത്തില്ല. കാരണം ഇതെല്ലാം ഞാൻ ഈ ഭക്ഷ്യക്കിറ്റായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് മാസം തോറും 10-50 ഭക്ഷ്യക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അതിനെ പലരും സഹായിക്കുന്നുണ്ട് ഭക്ഷ്യക്കിറ്റായിട്ട്. അങ്ങനെ അത് മാത്രമല്ല, ലോകത്ത് മലയാളികളിടത്തെല്ലാം എത്തിക്കുന്ന ഒരു മാഗസിൻ ഞാൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് നാടകശാല മാഗസിനാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖചിത്രമാണ്. ഇത് പലരുടെയും മുഖചിത്രങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഉള്ള മുഖചിത്രങ്ങളുള്ള ഈ നാടകശാല മാഗസിൻ KPSC ലളിതയുടെ പടം, അങ്ങനെ എല്ലാ ആളുകളുടെയും, മന്ത്രിമാരുടെയും, നിങ്ങളിവിടെ കാണാം, മന്ത്രിമാരിവിടെ വന്നിരിക്കുന്ന G. സുധാകരൻ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും കഴിഞ്ഞ മന്ത്രിമാരുണ്ട് വന്ന ഈ കൊച്ചു ഓഡിറ്റോറിയത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിണറായി വിജയനാണ് ഇത് ഓപ്പൺ ചെയ്തത്. ആശംസ പറഞ്ഞ് ഓപ്പൺ ചെയ്തിരുന്നത് പിണറായി വിജയനാണ്. അങ്ങനെ 7 വർഷം കൊണ്ട് നിരന്തരമായി എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഈ വലതുവശത്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഇത് നാടകശാലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർ ഈ സിനിമയിലും കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സഹായിച്ചിട്ടുമുണ്ട്. ഈ പടം എടുക്കുന്നതിന് വേണ്ടി ഷാനവാസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാല കൊണ്ട് തന്ന് പണയം വെക്കാൻ തന്നിട്ടാണ് ഞാനിതിൻ്റെ ചില ഷൂട്ട് ചെയ്യാൻ തന്നത്. അങ്ങനെ എന്നെ സഹായിച്ചതാണ് എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ. എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്തെടുത്തത്. അറിയാം, എത്ര കൊച്ചു സിനിമയായാലും ഒരു സിനിമ എടുക്കുന്നതിന് എത്രമാത്രം കഷ്ടപ്പാടും അതിലുപരി എത്രമാത്രം സാമ്പത്തികവും ചെലവഴിക്കണമെന്നുള്ളത്. അങ്ങനെ സാമ്പത്തികവും ചെലവഴിച്ച് റിലീസ് ചെയ്യണമെന്ന് കാത്തിരുന്നപ്പോഴാണ് ഏതോ ബുദ്ധികൾ പറഞ്ഞു കൊടുത്ത് ഈ പാവങ്ങളെ കോടതിയിലേക്ക് പറഞ്ഞു വിടുകയും ഇത് കഥയറിയാതെ ആട്ടം കണ്ട് ഇതിനൊരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അവർ മാത്രമല്ല തടസ്സം ഉണ്ടായത്, നമ്മുടെ കൊട്ടാരക്കാർക്ക് ചില നല്ല പടങ്ങൾ, വലിയ പടങ്ങളെന്ന്
കരുതി പടങ്ങൾ റിലീസ് ചെയ്തതിൻ്റെ പരമായിട്ട് ഞങ്ങൾക്കുള്ള അവസരവും നിശ്ചയിച്ചു. ആ അവസരങ്ങളൊക്കെ മാറി ഞങ്ങൾക്ക് ഈ 24-ാം തീയതി ഏപ്രിൽ 24-ാം തീയതി 30 തിയേറ്ററുകളിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ 30 തിയേറ്ററുകളിൽ ഇത് റിലീസ് ചെയ്യാൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വന്ന് ഈ സിനിമ കാണണം. അതുമാത്രമല്ല, അടുത്ത ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, നിങ്ങൾ വന്നപ്പോൾ കണ്ടു കാണും, നാടകശാലയുടെ മുമ്പിൽ ഒരു ഗാന്ധി പ്രതിമ. ആ ഗാന്ധി പ്രതിമയുടെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഗാന്ധിയെ സാക്ഷി നിർത്തി ഗാന്ധിയുടെ ഒക്ടോബർ 2-ാം തീയതി ഞാൻ പുതിയ സിനിമ ഒന്ന് ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് പേര് ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. പേരിടും. അത് ഇതിൻ്റെ 2ാം ഭാഗം വേണോ വേറെ സിനിമ വേണോ എന്നുള്ള ആലോചിക്കും. അതും ഒരു ബോധവൽക്കരണ സിനിമയായിരിക്കും.